അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെ എന്ത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് ചെയ്തിട്ടുള്ളതെന്ന്? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് എർത്തിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് എർത്തിങ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എർത്തിങ് എന്തൊക്കെയാണ്? നമ്മുടെ വീടുകളിലൊക്കെ എർത്ത് ചെയ്തിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? എർത്ത് ചെയ്തിട്ടുണ്ടാവും. വീടുകളിൽ മാത്രമാണ് എർത്ത് ചെയ്യുന്നത്? ഇല്ല, ഫാക്ടറീസ് പോലുള്ള, അതുപോലെ ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാവിടെയും നമ്മൾ എന്താണ് എർത്ത് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പ്രൊട്ടക്ഷന് വേണ്ടി, ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്തിങ് ചെയ്യുന്നത് അല്ലെ? എക്യുപ്മെന്റ്സ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെ എന്ത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് ചെയ്തിട്ടുള്ളതെന്ന്? ഒന്ന് നോക്കൂ കേട്ടോ, എന്ത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് നിങ്ങളുടെ വീടുകളിൽ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എർത്തിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് എന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ സബ്സ്റ്റേഷനിൽ ചെയ്യുന്ന എർത്തിങ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അതുപോലെ നല്ല റോക്ക് പോലുള്ള പാറകളിലുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അല്ലേ? അതുപോലെ സാൻഡി സോയിൽ പോലുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള നോർമൽ പ്ലേസസ്, അങ്ങനെ ഡിഫറെൻറ്റ് പ്ലേസസുകൾ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് എർത്തിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എർത്തിങ് തന്നെയാവണോ ഒരു സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ അങ്ങനെയുള്ള ആ ഒരു പർപ്പസിൽ, ആ ഒരു സ്ഥലത്തിൽ സെയിം എർത്തിങ് ആയിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് ഉണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ടൈപ്സ് ഓഫ് എർത്തിങ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, റോഡ് എർത്തിങ്, പിന്നെന്താ സ്ട്രിപ്പ് എർത്തിങ് എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 4 ടൈപ്സ് ഓഫ് എർത്തിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ എർത്തിങ്ങിൻ്റെയും ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. പ്ലേറ്റ് എർത്തിങ് നോക്കിയേ. പ്ലേറ്റ് എർത്തിങ് ഒരു കോപ്പർ പ്ലേറ്റ്, ചാർക്കോൾ ഉണ്ട്, 60 സെൻറ്റിമീറ്ററിന് കൊടുത്ത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയഗ്രാം ആണ് കേട്ടോ. പിന്നെന്താ പൈപ്പ് എർത്തിങ് എന്ന് തന്നിട്ടുണ്ട്. പൈപ്പ് എർത്തിങ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നോക്കൂ. അതുപോലെ റോഡ് എർത്തിങ്, നിങ്ങളത് നോക്കിയേ. ഈ റോഡ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ്ങിൻ്റെയൊക്കെ ഒരേപോലെയാണ് അല്ലേ? നമ്മൾ വെച്ചിട്ടുള്ള എർത്തിങ്ങിൻ്റെ എർത്ത് സ്ട്രിപ്പ്, അതായത് ഇലക്ട്രോഡാണത്. ഇതാണ് നമ്മുടെ ഇലക്ട്രോഡൊക്കെ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? ഏകദേശം സെയിം ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം മൈൻഡിൽ വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്തത്? അതായത് പൈപ്പ് എർത്തിങ് ആണെങ്കിലും റോഡ് എർത്തിങ് ആണെങ്കിലും അതിൻ്റെ ഇലക്ട്രോഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഏകദേശം സെയിം പോലെയാണ്. അടുത്ത നോക്കിയേ, സ്ട്രിപ്പ് അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ആ ഒരു എർത്തിങ്ങിൻ്റെ. എന്താണ്? വയർ എർത്തിങ്. ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, വയർ എർത്തിങ് എന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നോക്കൂ. ഹൊറിസോണ്ടൽ ആയിട്ടാണോ വെർട്ടിക്കൽ ആയിട്ടാണോ എന്നുള്ള ആ ഒരു അറേഞ്ച്മെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയഗ്രാം തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? പൈപ്പ് എർത്തിങ് ആണെങ്കിൽ പ്ലേസ് എങ്ങനെയാണ്, ഇലക്ട്രോഡിൻ്റെ പ്ലേസ് എങ്ങനെയാണ്, ഇലക്ട്രോഡ് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നോക്കുക. റോഡ് എർത്തിങ്ങിൻ്റെ, അതുപോലെ സ്ട്രിപ്പ്, അതുപോലെ പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. ഇനി നോക്കേ, മെത്തേഡ്സ് ഓഫ് എർത്തിങ് എന്തൊക്കെ മെത്തേഡ്സിലാണ്? അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താ ദ പ്രോസസ് ഓഫ് എർത്തിങ്, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ ഗ്രൗണ്ടിങ്. എർത്തിങ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഗ്രൗണ്ടിങ് എന്ന് പറയാം. രണ്ടും സെയിം തന്നെയല്ലേ? അപ്പോൾ പ്രോസസ് ഓഫ് ഇലക്ട്രിക്കൽ എർത്തിങ് അല്ലെങ്കിൽ എന്താ ഓർ ഗ്രൗണ്ടിങ് ക്യാൻ ബി ഡൺ ഇൻ സെവറൽ വേസ്, ലൈക്ക് വയറിംഗ് ഇൻ ഫാക്ടറീസ്, ഹൗസിംഗ് ആൻഡ് അതർ മെഷീൻസ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. പല രീതിയിലാണെന്ന് അല്ലേ? ഓരോ സ്ഥലങ്ങളിലും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്തിങ് ചെയ്യുന്നത്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈപ്സ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്ട്രിപ്പ് എർത്തിങ്, റോഡ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്. അപ്പോൾ നെക്സ്റ്റ് നോക്കൂ, മെത്തേഡ്സ് ഓഫ് എർത്തിങ്. എർത്തിങ് ആണ് വീണ്ടും നമുക്ക് വയറിൻ്റെ വേറൊരു പേര്. വയർ എർത്തിങ്ങിൻ്റെ വേറൊരു പേരാണ് എന്ത്? സ്ട്രിപ്പ് എർത്തിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? വയർ എർത്തിങ്ങിൻ്റെ വേറൊരു പേരാണ് എന്ത്? സ്ട്രിപ്പ് എർത്തിങ്. എവിടെയാണിത് ഉപയോഗിക്കുന്നത്? സ്ട്രിപ്പ് എർത്തിങ് അല്ലെങ്കിൽ ഈ ഒരു വയർ എർത്തിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക, അത് റോക്കി സോയിൽ പോലുള്ള സ്ഥലങ്ങളിൽ. പിന്നെന്താണ്? യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. ഞാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇലക്ട്രോഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളോട് ശ്രദ്ധിച്ച് വെക്കാൻ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ സ്ട്രിപ്പ് അല്ലെങ്കിൽ വയർ എർത്തിങ്ങിൻ്റെ ഇലക്ട്രോഡ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഈ ഒരു രീതിയിലല്ലേ ഉണ്ടായിരുന്നത്?
പൈപ്പും റോഡൊക്കെ ഇങ്ങനെയാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ട്രിപ്പ് എർത്തിങ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു, ഇങ്ങനെയായിരുന്നു അല്ലെ. അപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റോക്കി സോയിൽ, അതുപോലെ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ പർപ്പസിനുള്ള എർത്തിങ്ങിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ വയർ എർത്തിങ് ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് എർത്തിങ് നോക്കിയേ, റോഡ് എർത്തിങ്. ചോദിക്കാറില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം റോഡ് എർത്തിങ് എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് റോഡ് എർത്തിങ്ങിന്റെ വേറൊരു പേരാണ് ഫയർ എർത്തിങ് എന്ന് പറയുന്നത്. വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു എർത്തിങ് മെത്തേഡാണ് ഏത്, ഈ ഒരു റോഡ് എർത്തിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് കോയിൽ എർത്തിങ് എന്ന് പറയുന്നുണ്ട്. കോയിൽ എർത്തിങ്ങിന് യൂസ്ഡ് ഫോർ എവിടെയാണ്, പോൾ എർത്തിങ്ങിന്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോയിൽ എർത്തിങ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത എന്താ, പൈപ്പ് എർത്തിങ്. പൈപ്പ് എർത്തിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എർത്തിങ്. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തിട്ടുള്ളത് മോസ്റ്റ്ലി എന്ത് തന്നെയാണ്, ഈ ഒരു പൈപ്പ് എർത്തിങ് തന്നെയായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഹൗസസിലൊക്കെ ചെയ്യുന്നത് കൂടുതലും എന്ത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ്, പൈപ്പ് എർത്തിങ് ആണ് ചെയ്യാറുള്ളത്. പിന്നെ പ്ലേറ്റ് എർത്തിങ്. പ്ലേറ്റ് എർത്തിങ് എവിടെയാ, യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ലൈൻ സെക്കൻഡ്ലി. ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ സബ്സ്റ്റേഷൻ പോലുള്ള പ്ലേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പ്ലേറ്റ് എർത്തിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെത്തേഡ്സ് ഓഫ് എർത്തിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ്. ഇതിന് ക്ലാസിഫിക്കേഷൻസ് വേറെയൊക്കെ ഉണ്ട് കേട്ടോ, സിസ്റ്റം എർത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് മാത്രമേ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി നോക്കിയേ, ഓരോ എർത്തിങ് നോക്കാം. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്, സ്ട്രിപ്പ് എർത്തിങ് ആണ് അല്ലേ. സ്ട്രിപ്പ് എർത്തിങ്ങിനെ കുറിച്ച് നോക്കാം. എന്താണ് സ്ട്രിപ്പ് എർത്തിങ്? നോക്കിയേ, സ്ട്രിപ്പ് എർത്തിങ് ഈസ് യൂസ്ഡ് ഇൻ ഏരിയാസ്. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഉപയോഗിക്കുന്നത് എവിടെയാണ്, റോക്കി സോയിൽ. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ് നമ്മളുടെ സ്ട്രിപ്പ് എർത്തിങ്. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏരിയാസ് വിത്ത് റോക്കി സോയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഫോക്കസ് ചെയ്യേണ്ട ഭാഗം ഏതാണ്, റോക്കി സോയിലാണ്. വേർ ഡിഗിങ് ഡീപ്പ് പിറ്റ് ഈസ് ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ് നമുക്കറിയാം, റോക്കി പാറക്കല്ല് അല്ലേ, അറിയാല്ലേ, അത് ഭയങ്കരമായിട്ട് അതിനെ ഡിഗ് ചെയ്യുക, കുഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ആ ഭാഗങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രിപ്പ് എർത്തിങ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കാം. നമ്മളുടെ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കാം. ഈ ഇത് ഗ്രൗണ്ട്. ഓക്കെ, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അല്ലേ, ഡിഗ് ചെയ്യാൻ പറഞ്ഞു. ഈ ഗ്രൗണ്ട് എത്ര താഴോട്ട്, അതായത് നിയർലി 0.5 മീറ്റർ ഡെപ്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ട, അത്രേ കുഴിക്കാൻ പറ്റുള്ളൂ മാക്സിമം. അത്ര കുഴിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഇതിനകത്തുണ്ട് കേട്ടോ. അതായത് ഡെപ്ത് എത്ര ആഴത്തിലാണ്, 0.5 മീറ്റർ എങ്കിലും ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു സ്ട്രിപ്പ് എർത്തിങ് ചെയ്യുമ്പോൾ അത്രയും ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കുഴിയെടുക്കണം, ഡിഗ് ചെയ്യണം എന്നാണ് പറയപ്പെടുക കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, അതിൻ്റെ ലെങ്ത് വന്നിട്ട് നിയർലി ഒരു 15 മീറ്റർ ഒക്കെ ലെങ്ത് ഉണ്ടാവാറുണ്ട്. 15 മീറ്റർ ലെങ്ത് ഉണ്ടാവാറുണ്ട്. നോട്ട് ചെയ്യുക കേട്ടോ, നമ്മൾ പറയും അടുത്ത സ്ലൈഡിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇറ്റ് യൂസസ് ഫ്ലാറ്റ് കോപ്പർ. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണ്? അപ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കിയത്, ഏത് സ്ഥലത്താണ് ഇത് ഉപയോഗിക്കുന്നത്, റോക്കി സോയിൽ അല്ലെ. റോക്കി സോയിലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ സ്ട്രിപ്പ് എർത്തിങ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കേസ്, ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണ് ഇലക്ട്രോഡ്? ഒന്ന് കോപ്പർ, അല്ലെങ്കിൽ എന്താണ്, ഗാൽവനൈസ്ഡ് അയോൺ സ്ട്രിപ്സ് ആണ് നമ്മളിവിടെ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. അത് കിട്ടിയില്ലേ, കോപ്പർ അല്ലെങ്കിൽ എന്താണ്, ഗാൽവനൈസ്ഡ് അയോൺ സ്ട്രിപ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഏത് രീതിയിൽ, അടുത്ത പോയിന്റ് ആണ് നോക്കേണ്ടത്, ഹൊറിസോണ്ടലി അല്ലെ. എങ്ങനെയാണ്, ഹൊറിസോണ്ടലി ആയിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്, വെർട്ടിക്കൽ അല്ല. എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇവിടെ ഹൊറിസോണ്ടലിലാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്യേണ്ടത്. നോക്കിയേ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പവർ പ്ലാന്റ്, ട്രാൻസ്മിഷൻ ടവേഴ്സ്, സബ്സ്റ്റേഷൻ, ലാർജ് ഏരിയ ഓഫ് കോണ്ടാക്ട് വിത്ത് ദ എർത്ത് ഈസ് റിക്വയർഡ്. എർത്തിങ് എവിടെയാണോ വേണ്ടത് ഒരുപാട്, അവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു സ്ട്രിപ്പ് എർത്തിങ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സ്ട്രിപ്പ് എർത്തിങ്ങിനെ കുറിച്ച് എന്താ പറഞ്ഞത്, സ്ട്രിപ്പ് എർത്തിങ് സാധാരണയായി ഉപയോഗിക്കുന്നത് റോക്കി സോയിൽ ആ ഭാഗങ്ങളിലാണ്. അതിൻ്റെ ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോപ്പറും അതുപോലെ തന്നെ ഗാൽവനൈസ്ഡ് അയണാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് എവിടെയാണ് നമ്മൾ സ്ട്രിപ്പ് എർത്തിങ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലാന്റ്സ്, ട്രാൻസ്മിഷൻ ടവേഴ്സ്, സബ്സ്റ്റേഷൻ പോലുള്ള ഏരിയകളിലാണ് നമ്മൾ സാധാരണയായി
ആരിന് ഉപയോഗിക്കുന്നത്? ഈ ഒരു സ്ട്രിപ്പ് എർത്തിങ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ ഇലക്ട്രോഡ്സ് നമുക്കറിയാം ഏതാണ്? കോപ്പർ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയോൺ ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു അല്ലേ? അപ്പോൾ നോക്കിയേ, മെറ്റീരിയൽ നമ്മൾ ഓപ്ഷൻസ്, അതായത് മെറ്റീരിയൽ ഓപ്ഷൻ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് ഏതാണ്, അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ഏതാണ്? ഗാൽവനൈസ്ഡ് അയോൺ അല്ലെങ്കിൽ ഏതാണ്? കോപ്പർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡാണ് ഇത്, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ GI സ്ട്രിപ്പ് സൈസ് ആണ്, GIൻ്റെ അതായത് ഗാൽവനൈസ്ഡ് അയൺ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ സൈസ് ക്രോസ് സെക്ഷനിൽ എങ്ങനെയായിരിക്കണം? അതായത് 25 mm × 4 mm ആയിരിക്കണം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ ഒരു ഗാൽവനൈസ്ഡ് അയൺ സ്ട്രിപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈസ് മിനിമം ക്രോസ് സെക്ഷൻ പറയുന്നത് 25 mm × 4 mm ആയിരിക്കും. അതുപോലെ കോപ്പർ സ്ട്രിപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ വന്ന് 25 mm × 1.6 mm ആണ് വേണ്ടത്. അതിൻ്റെ മിനിമം ബറീഡ് ഡെപ്ത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് സ്ലൈഡിൽ തന്നെ, നമ്മളുടെ ഗ്രൗണ്ട് ആണിത്. ഇതിൻ്റെ ബറീഡ് അതായത് കുഴിക്കേണ്ടത് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആയിരിക്കണം. 0.5 മീറ്റർ ആയിരിക്കണം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ലെങ്ത് ഓർമ്മയുണ്ടോ? 15 മീറ്റർ ആയിരിക്കണം. എത്രയായിരിക്കണം? 15 മീറ്റർ ആയിരിക്കണം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ലെങ്ത്, ഇതെന്താ? ഡെപ്ത്. ക്ലിയർ? മറക്കരുത് കേട്ടോ, ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ ഗാൽവനൈസ്ഡ് അയോണിൻ്റെ മിനിമം ക്രോസ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 mm × 4 mm ആണ്. കോപ്പർ സ്ട്രിപ്പിൻ്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ 25 mm × 1.6 mm ആണ് അതിൻ്റെ സൈസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ എന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് സ്ട്രിപ്പ് എർത്തിങ്ങിൻ്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. നോക്കിയാൽ ടോപ്പ് ടെർമിനൽ ഉണ്ട്, ഇന്നർ പൈപ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, എർത്ത് പിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹൈലി കണ്ടക്റ്റീവ് ബ്ലാക്ക് ഫിൽ മെറ്റീരിയൽ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ മെറ്റീരിയൽ അല്ലേ പ്ലേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മളുടെ എന്താ സ്ട്രിപ്പ് എർത്തിങ്ങിനെ കുറിച്ച് തന്നിട്ടുള്ളത്. ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണിത്, ജസ്റ്റ് അറിയാൻ വേണ്ടി തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് എർത്തിങ് ഏതാണ്? നമ്മളുടെ റോഡ് എർത്തിങ്. അപ്പോൾ ഞാൻ ഡയഗ്രാം തന്നപ്പോൾ തന്നെ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പറഞ്ഞു, റോഡ് എർത്തിങ്ങും നമ്മളുടെ പൈപ്പ് എർത്തിങ്ങും എന്താണ്, കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? നോട്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണ്? വെർട്ടിക്കൽ ആയിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഒരേപോലെ ആയിരുന്നു അല്ലേ? അപ്പോൾ നോക്കിയാൽ റോഡ് എർത്തിങ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക, റോഡ് എർത്തിങ്ങിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണെന്ന് അറിയണം. അപ്പോൾ റോഡ് എർത്തിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നോക്കിയേ, സാൻഡി സോയിലാണ് നമ്മൾ സാധാരണയായിട്ട് റോഡ് എർത്തിങ് ഉപയോഗിക്കുന്നത്. എവിടെയാണ് ഉപയോഗിക്കുന്നത്? സാൻഡി സോയിലാണ്. ചീപ്പസ്റ്റ് കൈൻഡ് ഓഫ് എർത്തിങ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? നമ്മളുടെ റോഡ് എർത്തിങ് ആണ്. നമുക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു റോഡ് എടുത്തിട്ട് താഴേക്ക് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് ഏത്? റോഡ് എർത്തിങ് എന്ന് പറയുന്നത്. സാൻഡി സോയിൽ എവിടെയാണ്? കൂടുതലായിട്ടും സാൻഡി സോയിലാണ്. ഇറ്റ് ഈസ് എ ചീപ്പസ്റ്റ് കൈൻഡ് ഓഫ് എർത്തിങ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചീപ്പസ്റ്റ് കൈൻഡ് ഓഫ് എർത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മളുടെ റോഡ് എർത്തിങ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കോപ്പർ അല്ലെങ്കിൽ എന്താണ് ഗാൽവനൈസ്ഡ് അയോണോ സ്റ്റീലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കോപ്പറിൻ്റെ സോളിഡ് റോഡ് ഓഫ് കോപ്പർ നോട്ട് ചെയ്യണേ. ചിലപ്പോൾ കോപ്പർ വയറൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സോളിഡ് റോഡ് ഓഫ് കോപ്പർ എന്ന് പറയുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12.5 mm ഡയമീറ്റർ ആണ്. അതായത് ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്ത പ്ലേസ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിന്റെ ഡയമീറ്റർ ആണ് എത്ര 12.5 mm എന്ന് പറയുന്നത് കേട്ടോ. കോപ്പറിന്റെ ആണ് നോട്ട് ചെയ്യുക. കോപ്പറിന്റെ ആ ഉള്ളിലുള്ള ആ ഒരു ഡയമീറ്റർ ആണ് എന്ത് 12.5 mm എന്ന് പറയുന്നത്. ഗാൽവനൈസ്ഡ് അയോൺ അല്ലെങ്കിൽ സ്റ്റീൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 19 mm ആണ്. ചില ബുക്കുകളിൽ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അത് 16 mm ഡയമീറ്റർ എന്നായിട്ടും കാണാറുണ്ട്. കോമൺലി 16 mm ആണ് കേട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗാൽവനൈസ്ഡ് അയോൺ അല്ലെങ്കിൽ സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്താണ് 16 mm ഓർ 19 mm ഒക്കെ കണ്ടു കാണാറുണ്ട്. കോമൺ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് എന്താണ് 16 mm തന്നെ റെഫർ ചെയ്തോളൂ കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് 16 mm ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ 16 mm
ഡയമീറ്റർ ആണ് സാധാരണയായിട്ട് ഏതിന്റെ കേസിൽ സോളിഡ് റോഡ് ഓഫ് ഗാൽവനൈസ്ഡ് അയൺ ഓഫ് സ്റ്റീലിന്റെ ഡയമീറ്റർ ആയിട്ട് പറയുന്നത്. അടുത്ത ബറീഡ് ഡെപ്ത് ലെങ്ത് നോട്ട് ലെസ് ദാൻ ഏത് രീതിയിലാണ് 2.5 മീറ്റർ. ഡ്രൈ വൺ എങ്ങനെയാണ് വെക്കേണ്ടത്? നമ്മൾ സ്ട്രിപ്പിൽ എങ്ങനെയാ പഠിച്ചത്? അത് ഹൊറിസോണ്ടൽ ആയിരുന്നു അല്ലെ. ഇവിടെ ഏത് രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്? ഇറ്റ് വിൽ ബി വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ പ്ലേസ് ചെയ്യേണ്ടത്. ഏതില്? റോഡ് എർത്തിങ്. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റോഡ് കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ്, ഒരു റോഡ് കൊണ്ട് ഇങ്ങനെയല്ലേ റോഡ് പ്ലേസ് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് എർത്തിങ് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല, അതായത് അത്രയും നമുക്ക് വേണ്ട എന്താണ് ഫാൾട്ട് കറന്റ് ഗ്രൗണ്ടിലോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഒരു റോഡ് കൊണ്ട് എന്ന കേസിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പാരലായിട്ട് വേറൊരു റോഡ് കൂടി എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഏതിനകത്തുണ്ട്? നമ്മളുടെ റോഡ് എർത്തിങ്ങിന്റെ കേസിലുണ്ട് കേട്ടോ. അതായത് സിംഗിൾ റോഡ്, ഒരു സിംഗിൾ കോപ്പർ റോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മളുടെ എർത്തിങ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ആ ഒരു കണ്ടീഷൻ നമുക്കറിയാം. ഇവിടെ എന്താണ് ഇതിന്റെ ഡെപ്ത് വന്നിട്ട് എന്താ? 2.5 മീറ്റർ ഡെപ്തിലാണ് ഇത് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക 5 മീറ്റർ ആയിരിക്കണം അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. രണ്ട് റോഡുകൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഒരു റോഡ് കൊണ്ട് നമുക്ക് എർത്തിങ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ റോഡ് എർത്തിങ്ങിന്റെ കേസിൽ നമുക്ക് എന്താണ്? പാരലൽ ആയിട്ട് വേറൊരു റോഡ് കൂടി അതിനകത്ത്, അതായത് 5 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? എർത്തിങ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയോ റോഡ് എർത്തിങ്ങിനെ കുറിച്ചിട്ട്? അപ്പോൾ റോഡ് എർത്തിങ്ങിൽ മെയിൻ ആയിട്ട് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സാൻഡി സോയിലാണ് റോഡ് എർത്തിങ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ചീപ്പസ്റ്റ് കൈൻഡ് ഓഫ് എർത്തിങ് എന്ന് പറയുന്നത് ഏതാണ്? റോഡ് എർത്തിങ് ആണ്. യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണ്? കോപ്പർ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയോൺ ഓഫ് സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ മറക്കരുത്, 12.5 mm ഡയമീറ്റർ ആണ്. ഗാൽവനൈസ്ഡ് അയോൺ ഓഫ് സ്റ്റീൽ ആണെങ്കിൽ 16 mm or 19 mm ഡയമീറ്റർ ആണ്. ഡെപ്ത് വരേണ്ടത് എത്രയാണ്? 2.5 മീറ്റർ ആണ് ഡെപ്ത് വരുന്നത്. പിന്നെന്താ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ? വെർട്ടിക്കലി ആയിട്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്? പ്ലേസ് ചെയ്യേണ്ടത്. ഇത്രയാണ് ഇതിനെ കുറിച്ച് നോക്കേണ്ടതുള്ളത്, റോഡ് എർത്തിങ്ങിനെ കുറിച്ച് കേട്ടോ. ഇങ്ങനെയാണ് ഒരു റോഡ് എർത്തിങ് ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നോട്ട് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. റോഡ് എർത്തിങ്ങിൽ വരുന്ന കോപ്പർ വയർ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ സ്ട്രിപ്പ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കലായിട്ടാണ് അത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റോഡ് എർത്തിങ് ചെയ്യുന്നത്. അടുത്ത എർത്തിങ് നോക്കിയേ, പ്ലേറ്റ് എർത്തിങ്. എവിടെയാണ് പ്ലേറ്റ് എർത്തിങ് യൂസ് ചെയ്യണത്? എന്താണ് പ്ലേറ്റ് എർത്തിങ് എന്നൊക്കെ നോക്കാം. പ്ലേറ്റ് എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. Plate earthing is a safety method that buried a metal plate deep in the ground to safely send extra electrical current away from people and machines. അത് നമ്മളെ എർത്തിങ്ങിന്റെ പ്രോസസ്സ് തന്നെയാണ് അല്ലേ. അതായത് എക്സ്ട്രാ കറണ്ട് ഒക്കെ വരികയാണെങ്കിൽ എന്താണ് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യുക, സേഫ് ആയിട്ട് എന്താണ് നമ്മളുടെ എങ്ങോട്ടാണ് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് എന്ത്? പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ് എർത്തിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും എന്ത് തന്നെയാണ്? ഗാൽവനൈസ്ഡ് അയോൺ, കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയോൺ, സ്റ്റീൽ അല്ലെങ്കിൽ എന്താണ് കോപ്പർ പോലുള്ള മെറ്റീരിയൽ ആണ് പ്ലേറ്റ് എർത്തിങ്ങിലെ ഇലക്ട്രോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? അതും വെർട്ടിക്കൽ ആയിട്ടാണ്. സ്ട്രിപ്പ് മാത്രമേ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം എങ്ങനെ തന്നെയാണ്? വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അടുത്ത നോക്കിയേ, ഇതിൽ യൂസ് ചെയ്യുന്നത് കോപ്പർ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ആ ഒരു ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ. കോപ്പർ പ്ലേറ്റ് ആണെങ്കിൽ നോക്കേ, ലെങ്ത് അല്ലേ, കോപ്പർ പ്ലേറ്റിൽ 600 mm ഇൻറ്റു 600 mm ഇൻറ്റു എത്രയാണ് വരുന്നത്? 3.15 mm തിക്നെസ് ഉള്ള കോപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ഒരേത് തന്നെയാണ്, പക്ഷെ തിക്നെസ്സിന് മാത്രമേ അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, ചേഞ്ച് വന്നിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കോപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ ഒരു പ്ലേറ്റ് എർത്തിങ്ങിൽ കോപ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 600 mm ഇൻറ്റു 600 mm ഇൻറ്റു 3.15 തിക്നെസ്സിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. അടുത്തത് നോക്കിയേ, ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് ആണെങ്കിലോ
ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം തന്നെയാണ് അല്ലേ. ഏതാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? തിക്നെസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. 3.15 പകരം 6.30. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ പ്ലേറ്റ് എർത്തിങ്ങിൽ യൂസ് ചെയ്യുന്ന ഗാൽവനൈസ്ഡ് അയോണിന്റെയും കോപ്പറിന്റെയും ആ ഒരു ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? മിനിമം 3 മീറ്റർ ഡീപ്പ്. അതായത് നമ്മൾ ആഴത്തിലേക്ക് എടുക്കുമ്പോൾ എത്ര വേണം? 3 മീറ്റർ എങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഒരു ഡെപ്തിൽ കുഴിക്കണം. അത്രേ പറയുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. അതിൽ കോൾ, ചാർക്കോൾ, സാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എന്താണ് നമ്മുടെ പ്ലേറ്റ് എർത്തിങ്ങിന്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണുള്ളത്? പൈപ്പ് എർത്തിങ് അല്ലേ. ഞാൻ റോഡ് എർത്തിങ്, അതായത് നമ്മൾ റോഡ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ്ങിനും സിമിലർ ആണ് കേട്ടോ, ഏകദേശം ഒരേപോലെയാണ് രണ്ടും. അപ്പോൾ നോക്കിയാൽ പൈപ്പ് എർത്തിങ്ങിന്റെ കേസ് നോക്കിയേ, ഹൈലി എഫിഷ്യന്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഇലക്ട്രിക്കൽ ഗ്രൗണ്ടിങ് മെത്തേഡ് വേർ എ ഗാൽവനൈസ്ഡ് അയോൺ pipe is buried vertically into the ground to save discharge, leakage and fault current. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഗാൽവനൈസ്ഡ് അയോൺ അല്ലേ, GI ആണ് സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. GI പൈപ്പാണ്, ഗാൽവനൈസ്ഡ് അയോൺ പൈപ്പാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചില സമയത്ത് കാസ്റ്റ് അയോണും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ യൂസ് ചെയ്ത് പോവാറുണ്ട്. കാസ്റ്റ് അയോണും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടി നോട്ട് ചെയ്യണേ. അപ്പൊ കൂടുതലായിട്ടും കോപ്പറൊന്നും അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏതാണ് മെയിൻ ആയിട്ട്? ഗാൽവനൈസ്ഡ് അയോൺ ആണ് ഉപയോഗിക്കുന്നത്. കാസ്റ്റ് അയോണും യൂസ് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മളത് പ്ലേസ് ചെയ്യുന്നത്. ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് വിത്ത് എ മിനിമം ഇന്റേണൽ ഡയമീറ്റർ. നോട്ട് ചെയ്യുക, മിനിമം ഇന്റേണൽ. ഗാൽവനൈസ്ഡ് അയോൺ അല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ മിനിമം ഇന്റേണൽ ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടേ? അതെന്താണ്? 38 mm ആൻഡ് ലെങ്ത് ഓഫ് ഏത് രീതിയിലാണ്? ലെങ്ത് വന്നിട്ട് എങ്ങനെയാണ്? 2 to 3 മീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഭാഗം കേട്ടോ. അതായത് അതിന്റെ ഡയമീറ്റർ. ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് വിത്ത് എ മിനിമം ഇന്റേണൽ ഡയമീറ്റർ ഓഫ് എത്രയാണ്? 38 mm. നോട്ട് ചെയ്യുക. എല്ലാത്തിൻ്റെയും ആ ഒരു ഡയമീറ്ററും ഡയമെൻഷൻസും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ വരുന്നത് എന്താ? ലെങ്ത് ഓഫ് ദ പൈപ്പ് ഇലക്ട്രോഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.5 മീറ്റർ. അതായത് ഗ്രൗണ്ടിൽ നിന്ന് താഴോട്ട് ഇലക്ട്രോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 2.5 മീറ്റർ ആയിരിക്കണം. അപ്പോൾ അപ്പോൾ നമ്മൾ എന്തൊക്കെ എർത്തിങ്ങാണ് കണ്ടത്? സ്ട്രിപ്പ് കണ്ടു, റോഡ് കണ്ടു അല്ലേ, റോഡ് എർത്തിങ്, സ്ട്രിപ്പ് എർത്തിങ്, പിന്നെന്താ കണ്ടത്? പിന്നെന്താ നമ്മൾ പഠിച്ചത്? പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്. അപ്പോൾ ഓരോന്നിൻ്റെയും യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എർത്തിങ് പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് നമ്മളുടെ എന്താ പൈപ്പ് എർത്തിങ്ങിൻ്റെ ഡയഗ്രാം ആയിട്ട് വരുന്നത്. അപ്പോൾ പൈപ്പ് എർത്തിങ്ങിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്? അത് ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെയാണ്, വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഏത് മാത്രമേ? സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എങ്ങനെയാണ്? വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് വെക്കേണ്ടത്. അതിൻ്റെ ഇലക്ട്രോഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഓരോ എർത്തിങ്ങും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. എവിടെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോട്ട് ചെയ്യണം. ഏത് റോക്കി സോയിലാണോ, സാൻഡി സോയിലാണോ, ട്രാൻസ്മിഷൻ്റെ കേസിലാണോ, സബ്സ്റ്റേഷൻ്റെ പ്ലേസിലാണോ അല്ലേ. നമ്മൾ ഈ പൈപ്പൊക്കെ നമ്മൾ സാധാരണ എന്താ നമ്മുടെ വീടുകളിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകണം. പിന്നെ അതിൻ്റെ ഡയമെൻഷൻസും ഇത്രയുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് മെത്തേഡ്സ് ഓഫ് എർത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക് വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.